ഞാൻ പാർട്ടി ചുമതലയുടെ ഭാഗമായി ഇന്ന് ഞാൻ പാർട്ടിയുടെ ദേശീയ പരിശീലന വിഭാഗത്തിലെ അംഗമാണ്. അതിൻ്റെ കേന്ദ്രീയ ടീമിൻ്റെ മീറ്റിംഗാണിന്ന്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധാരണ ഇതാദ്യമായിട്ടല്ല, ഇതിനു മുൻപും പലതവണ വരാറുണ്ട്. ഒരുപക്ഷെ നിങ്ങളാരും അറിയാത്തത് കൊണ്ടായിരിക്കണം ഇങ്ങനൊരു സംഭവം. അതിൻ്റെ ഒരു റുട്ടീൻ. കേരള ഹൗസിൽ MLA ആയിട്ട് ആദ്യം. താങ്കളുടെ രാഷ്ട്രീയ ജീവിതം തന്നെ കേരള ഹൗസിലേക്ക് നായനാരെ ഘരാവോ ചെയ്തതായിട്ടാണ് തുടങ്ങുന്നത്. സ്വഭാവമായിട്ട് കേരള ഹൗസിൽ ആ സമയത്ത് അതിനുശേഷം ഒരു MLA എത്തുമ്പോൾ എങ്ങനെ തോന്നുന്നു? ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉള്ള പതിവ് കാര്യങ്ങളാണ്. MLA ആവുക, മന്ത്രിയാവുക, രാഷ്ട്രീയ നേതാവാവുക, അതിലങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വികാരത്തിൻ്റെ ഒന്നും പ്രശ്നം എനിക്കില്ല. കേരളത്തിൽ ഇന്നലെ ED സംഘത്തിന് നേരെ വലിയ ആക്രമണം നടന്നു. അതിനോട് എങ്ങനെയാണ്? അല്ല, വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം ഒരു കേസ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ളൊരു കേസ്, ആ കേസിൽ അന്വേഷണം തടസ്സപ്പെടുത്താൻ വീണ വിജയൻ്റെ ഭാഗത്തു നിന്നും അന്നത്തെ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പല ശ്രമങ്ങളുണ്ടായി. KSIDC അടക്കം ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും ശ്രമങ്ങൾ നടത്തി. മിനിയാന്ന് ഈ അന്വേഷണത്തിനെതിരായിട്ട് കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന തടസ്സവാദങ്ങൾ ഹൈക്കോടതി തള്ളിക്കൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള അനുവാദം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്നലെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് 10-12 സ്ഥലങ്ങളിൽ അവർ ഒരു തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് പോയത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ പിണറായി വിജയൻ നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത്, ഇതുപോലത്തെ കേസുകളൊന്നും ആരെയും പരിഭ്രാന്തരാക്കില്ല. കാരണം മടിയിൽ കനമുള്ളവന് മാത്രമേ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ. പിണറായി വിജയന് പരിഭ്രാന്തിയില്ലെങ്കിൽ ഇന്നലെ പാർട്ടി പ്രവർത്തകരെ ഇറക്കിവിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് അക്രമം അഴിച്ചുവിടാൻ അതിൻ്റെ കാരണം മടിയിൽ കനമുണ്ട് എന്നുള്ളത് കൊണ്ടാണോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ഈ അക്രമം അഴിച്ചുവിട്ട ആളുകൾ, അവർക്കെങ്കിലും അറിയാമോ ഈ CMRL വീണ വിജയന് നൽകിയിട്ടുള്ള മാസപ്പടി, ആ മാസപ്പടി എന്ത് സേവനം വീണ വിജയൻ്റെ കമ്പനി CMRLന് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പണം നൽകിയിട്ടുള്ളത്? കാരണം മാർക്സിസ്റ്റ് പാർട്ടി ആ കാര്യം വിശദീകരിച്ചിട്ടില്ല. നിയമസഭയിലോ പുറത്തോ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ വിശദീകരിച്ചിട്ടില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും അതുപോലെ SFIOയുടെയും ഉദ്യോഗസ്ഥന്മാരോടും വിശദീകരിച്ചിട്ടില്ല. അങ്ങനെ വിശദീകരിക്കാത്ത സാഹചര്യത്തിൽ ഏതാണ്ട് 130 കോടിയുടെ ഫേക്ക് പേയ്മെൻറ്റ്സ് നടന്നു എന്നാണ് ED കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മണി ലോണ്ടറിംഗ് വകുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. SFIയുടെ കേസുമായിട്ട് ഇതിനൊരു ബന്ധമില്ല. ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പ്രത്യേക കേസാണ്. അപ്പോൾ ഈ കേസിനെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച് അന്വേഷണം തടസ്സപ്പെടുത്താം എന്നുള്ള കേരളത്തിലെ CPMൻ്റെ പതിവ് സമീപനം, ആ പതിവ് സമീപനം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് എടുത്തു കഴിഞ്ഞാൽ കളി വേറെയായിരിക്കും എന്നുള്ള കാര്യം ഒരുപക്ഷെ അവർക്ക് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവർക്ക് സംശയമുണ്ടെങ്കിൽ അവർ പരിശോധിക്കേണ്ടത് ഇന്ത്യ സഖ്യത്തിലെ അവരുടെ കൂട്ടാളിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇതേപോലത്തെ സമീപനം ബംഗാളിലെടുത്തപ്പോൾ ആ ബംഗാളിൽ പിന്നീട് എന്തുണ്ടായി എന്നുള്ളത് അവർ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലത് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ കേസ് വന്നത് BJP കോൺഗ്രസ് ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. പിന്നെ എന്തിടിയില്ല?
അല്ല, മുഖ്യമന്ത്രി കാണുന്നു, അതിന് പിന്നെ റെയ്ഡ് കിടക്കുന്നു, ഞാൻ പറയട്ടെ, CPM-കാർ പല തമാശകളും പറയാറുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം കോമാളി വേഷമാണ് മാധ്യമങ്ങളുടെ മുന്നിൽ കിട്ടുന്നത് എന്ന് ഞാനല്ല പറഞ്ഞത്, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അവരുടെ പാർട്ടി യോഗങ്ങളിൽ പറയുന്നു എന്നാണ്. ഇപ്പോൾ പാർട്ടി അണികൾ പറയുന്നത് ഈ കോമാളി വേഷം കെട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്നാണ്. അപ്പോൾ ഇതുപോലത്തെ വാദങ്ങൾ, അതായത് ഈ കേസ് എന്തുകൊണ്ട് ഈ റെയ്ഡ് ഇത്ര വൈകി മാർക്സിസ്റ്റ് പാർട്ടിക്കറിയാം, കേരള ഗവൺമെൻറ് അറിയാം. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഈ 3 കോടതികളിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. മടിയിൽ കനമില്ലാത്ത ആൾക്കാർ നിയമത്തിൻ്റെ വഴിയിലൂടെ നേരിട്ടൂടെ? എന്തിനാ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്, തെരുവിലിറങ്ങി ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് അക്രമം ഒഴിച്ചുവിടുന്നത്? അപ്പം അതിനർത്ഥം എന്താ വെച്ചാൽ ഇതിൽ മടിയിൽ കനമുണ്ട്, പല രേഖകളും പുറത്ത് കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകുന്ന രേഖകൾ കൈവശമുണ്ട്, അതുകൊണ്ടായിരിക്കണമല്ലോ. ED ഉദ്യോഗസ്ഥർക്കെതിരെ ഈ ഇപ്പോൾ നടത്തുന്ന അക്രമത്തിൽ അന്വേഷണം നടത്തുന്നത് കേരള പോലീസാണ്. ആ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് പോകണം എന്നൊരു ആവശ്യമുണ്ട്. അല്ല, ക്രമസമാധാന പാലനം. കാരണം ബംഗാളിൽ CBI ആയിരുന്നു ഈ സന്ദേശ് കാലിയിൽ ED ഉദ്യോഗസ്ഥർക്കെതിരെ അക്രമം നടന്നപ്പോൾ അന്വേഷണം നടത്തിയത്. അത് കേരള സർക്കാർ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് ഇന്നലെ എടുത്ത സമീപനം തന്നെയാണ് തുടരാനെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ചോദ്യത്തിനൊരു പ്രസക്തിയുണ്ട്. ഈ ആഭ്യന്തര വകുപ്പിൻ്റെ വലിയ വീഴ്ചയല്ലേ? ആഭ്യന്തര വകുപ്പ് തിരുവനന്തപുരത്ത് ബേക്കർ ജംഗ്ഷനിൽ ഇത്രയും വലിയൊരു അക്രമം രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുക എന്ന് പറഞ്ഞാൽ കേരള പോലീസ് എവിടെ പോയി ഒളിക്കുക? തൊട്ടപ്പുറത്തുനിന്ന് നന്ദാവനം ക്യാമ്പിൽ 100 കണക്കിന് പോലീസുകാർ വെറുതെ ഇരിക്കുകയല്ലേ? അവരവിടെ തയ്യാറായിട്ട് നിൽക്കുകയല്ലേ? ആ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തിൽ അക്രമം അഴിച്ചുവിടുന്ന ആളുകളെ നേരിടാൻ എന്താ നിയോഗിക്കാതിരുന്നത്? അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പ് ഒന്നുകിൽ ഇപ്പോഴും പോലീസ് രമേശ് ചെന്നിത്തലയുടെ നിയന്ത്രണത്തിൽ വന്നില്ല, സതീശൻ്റെ നിയന്ത്രണത്തിൽ വന്നില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ഇത്രയും കാലം എന്താ നിങ്ങൾ അന്വേഷിക്കാത്തത്, എന്താ റെയ്ഡ് നടത്താത്തത് എന്ന് ചോദിച്ച ആൾക്കാർ റെയ്ഡ് നടത്താൻ വരുമ്പോൾ അവർക്ക് ഇന്നലെ വരെ എടുത്ത സമീപനമല്ല ഇന്നുള്ളത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് പറയും. ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് CPI. അല്ല, അതൊന്നും നടക്കില്ലല്ലോ. അത് നാട്ടിലെല്ലാവർക്കും അറിയാം. അതെ, അത് പാർട്ടി മെമ്പർ അല്ലെങ്കിലും അത് അവസാനം എത്തുക എവിടെയായിരിക്കും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും. കാരണം വീണാ വിജയൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര വ്യക്തി ആണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ഈ പണം പോയിട്ടുള്ളത്. ആ വീണാ വിജയൻ അവരുടെ ബന്ധുത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പേയ്മെൻറ്റ് മുഴുവൻ നടന്നത് എന്നുള്ളത് വളരെ പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് സ്വാഭാവികം ഈ തരത്തിലുള്ള ഇഷ്യൂസ്. കോടിയേരിക്കെതിരെ ഉയർന്ന ആരോപണം വന്നപ്പോൾ പിണറായി ഇങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത്. ഇപ്പോൾ മകൾക്കെതിരെ ആരോപണം വന്നപ്പോൾ ഇങ്ങനെ ജനങ്ങളെ തെരുവിലിറക്കിക്കൊണ്ട് സ്ട്രൈക്ക്. അല്ല, അത് തന്നെ വളരെ വ്യക്തമാണല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിന് ഈ കാര്യത്തിലുള്ള പങ്കിനെക്കുറിച്ച് പങ്ക് എന്താണ് എന്നുള്ളത് അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ധാരാളം മുതിർന്ന നേതാക്കന്മാരുണ്ടായിരുന്ന കാലത്താണ് ഞാൻ മന്ത്രിയായത്. അല്ല, ഞാൻ പറയട്ടെ, എന്നേക്കാൾ മുതിർന്ന നിരവധി നേതാക്കന്മാർ പാർട്ടിയിലുള്ളപ്പോൾ തന്നെ പാർട്ടി എന്നെ MP ആക്കാനും മന്ത്രിയാക്കാനും തീരുമാനിച്ചു. ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുന്ന കാര്യങ്ങൾ പാർട്ടിയുടെ താല്പര്യത്തിൻ്റെ പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് അത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ 3 പേരിൽ ആര് നേതാവായാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ ഇന്ത്യ സഖ്യത്തിനെതിരായിട്ട് നിയമസഭക്കകത്ത് പോരാടും. ഗോപകുമാർ അദ്ദേഹത്തിൻ്റെ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് 137 വേഴ്സസ് 3.
അതാണ് നിയമസഭയിലെ എന്തെങ്കിലും തർക്കം ഉണ്ടായിരുന്നോ ഈ നിയമസഭ കക്ഷി നേതാവിനെ തെരഞ്ഞെടുപ്പ്? ഞങ്ങൾ ആ കാര്യം സീരിയസ് ആയിട്ട് ചർച്ച പോലും ചെയ്തിട്ടില്ല. ആര് നേതാവായാലും കുഴപ്പമില്ല. ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ജോർജ് കുര്യൻ തുടരുമോ അതല്ലെങ്കിൽ കൂടുതൽ അതൊക്കെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം എടുക്കേണ്ട തീരുമാനമാണ്. അതൊന്നും എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ അഖിലേന്ത്യാ നേതാവ്. വിജയം ഉണ്ടായ പശ്ചാത്തലത്തിൽ അതൊക്കെ വിജയം ഉണ്ടായത് എനിക്ക് നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. പ്രതിപക്ഷ നിരയിൽ നിന്ന് കേന്ദ്രത്തിന്റെ സഹായമല്ലോ കേരളത്തിൽ എത്തിക്കാൻ ശ്രമിക്കും. അത് ഫീസിബിൾ ആവും. എങ്ങനെ പ്രതിപക്ഷത്താണ് പ്രതിപക്ഷം തന്നെ പറയാം. അതെ അപ്പോൾ ആ ഒരു പ്രതിപക്ഷ നിരയിൽ നിന്ന് ഈ കേന്ദ്ര സഹായമല്ലോ കേരളത്തിൽ എത്തിക്കാൻ ശ്രമിക്കുമോ? എങ്ങനെ കേന്ദ്ര സഹായം? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ താങ്കളുടെ ഇടപെടലുണ്ടോ സംസ്ഥാനത്ത് അനുകൂലമായി? കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൽ എന്നോട് ഇടപെടാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, നാടിനോടുള്ള ഒരു പ്രതിബദ്ധത നാടിനോടുള്ള പ്രതിബദ്ധത, നാടിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി തന്നെ നിയമസഭക്കകത്തും പുറത്തും